ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ശ്രീജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വേറെയൊന്നുമല്ല, ഇവിടെ ഞങ്ങൾക്ക് കുറേ സ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. അതിൽ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു പാർക്കിലേക്കാണ്, വേളി പാർക്ക്. അത് കുറേ ആയിട്ട് നമ്മുടെ കോവിഡ് തുടങ്ങിയതിന് ശേഷം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറേ പുതിയ കാര്യങ്ങളെല്ലാം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളിതാ കാറെല്ലാം ഇവിടെ പാർക്ക് ചെയ്തു. ഓൺ ദ വേയിലുള്ള കാഴ്ചകളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം അവിടെ തന്നെ നമുക്ക് ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അതിനുള്ളിൽ പോയിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം കേട്ടോ. അതാ നമ്മൾ ഇതിൻ്റെ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ പാർക്കിങ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ദൂരമൊന്നും നമുക്ക് നടന്നു വരേണ്ട ആവശ്യമില്ല. അതാ കണ്ടോ, അതിൻ്റെ ഫ്രണ്ടേജ് കണ്ടോ, നല്ല സുന്ദരം. നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ, നമുക്ക് വലിയ ഇത്രയൊരു അട്രാക്ഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം ഈ കോവിഡ് കാലത്ത് മാർച്ചിൽ ഇത് അടച്ചതിന് ശേഷം ഇപ്പോഴാണ് ഇത് തുറക്കുന്നത്. അതിന് ശേഷം ഒത്തിരി മാറ്റങ്ങൾ വരുത്തി. കണ്ടല്ലോ, ഫ്രണ്ടൊക്കെ കണ്ടില്ലേ, അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനുള്ളിലുള്ള കാഴ്ചകൾ അതിനേക്കാട്ടിലും മനോഹരമാണ്. നമുക്ക് ഉള്ളിലേക്ക് കയറാം. അതിനാദ്യം തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അത് എൻട്രി ഫീസാണ്. നമുക്ക് പാർക്കിലേക്ക് കയറാനുള്ള ഒരാൾക്ക് 20 രൂപയാണ് എൻട്രി ടിക്കറ്റ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളിതാ ഈ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് സാനിറ്റൈസേഷൻ ചെയ്യണം, അത് ചെയ്തു. അവിടുന്ന് തെർമൽ സ്കാനിങ് ഉണ്ടായിരുന്നു. എല്ലാം ഭയങ്കര കർശനമാക്കിയിട്ടാണ് കേട്ടോ ആളുകളെ കയറ്റുന്നതൊക്കെ. അപ്പോൾ നമ്മളിനി ഇത് പാർക്കിനുള്ളിലേക്ക് കയറുകയാണ്. ഇത് നമ്മൾ എൻട്രൻസ് കയറി ഉള്ളിലേക്ക് എത്തി. അവിടെ നിന്ന് നിങ്ങൾക്കുള്ളൊരു ചെറിയൊരു വ്യൂ ആണ് ഞങ്ങൾ കാണിക്കുന്നത്. ഇനി ഓരോന്നിൻ്റെ അടുത്ത് നമ്മൾ പോയിട്ട് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരുപാടുണ്ട്, ഇഷ്ടംപോലെ. അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങിയത്, ഉച്ചയ്ക്ക് ശേഷം സൺഡേ അല്ലേ, നല്ല തിരക്കാവുമെന്ന് കരുതി. അപ്പം രാവിലെ ആകുമ്പോൾ അത്ര തിരക്ക് കാണില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ നല്ല തിരക്കാണ്. ഇവിടെ ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണത്താൽ എല്ലാം 2 ദിവസം മുമ്പേ ആയിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ അത് കാരണത്താൽ നല്ല തിരക്കാണ്. ഒരുപാട് സ്ലൈഡ്സും അവർക്കുള്ള ഊഞ്ഞാലുകളും ഇഷ്ടം പോലെയുണ്ട് കേട്ടോ. അവരെല്ലാവരും കളിക്കുന്നുണ്ടോ. തിരക്കുകളായി വരുന്നേ ഉള്ളൂ. ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ അവരിപ്പോൾ പുതിയതായിട്ട് തുറന്നതിന് ശേഷം വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് എടുത്ത് കാണിക്കാനുള്ളത് ഇപ്പോൾ അവരുടെ ഒരു പുതിയ ട്രെയിൻ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ സാധാ ട്രെയിൻ പോലെ തന്നെ ഏകദേശം 2 കിലോമീറ്ററോളം നമുക്ക് അതിൽ കയറിയാൽ അവർ നമ്മളെ ചുറ്റിക്കറങ്ങി പാർക്കിൻ്റെ കുറേ ഏരിയകൾ കവർ ചെയ്തിട്ടാണ് അവർ തിരിച്ചിവിടെ കൊണ്ടുവരുന്നത്. നമ്മൾ സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ കാണിക്കുന്ന പോലെ തന്നെ പിന്നെ കൊടി കാണിക്കുക, അതിൻ്റെ ഗ്രീന് റെഡ് കാണിക്കുക, അതുപോലെ അവിടെ തന്നെ അത് സിഗ്നൽ കണ്ടില്ലേ, ഗ്രീനും റെഡുമുള്ള സിഗ്നൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാധാരണ റെയിൽവേ സ്റ്റേഷനിലുള്ള ഒട്ടുമിക്ക കാര്യങ്ങൾ അവർ ഇവിടെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ, തൊട്ടടുത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ ഇരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് അഡൾട്ട്സിന് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ് ഇതിൻ്റെ ചാർജ്. അങ്ങനെ ഒരു ട്രെയിൻ പോയി ഏകദേശം 1/4 മണിക്കൂർ കഴിഞ്ഞാണ് അടുത്ത സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ ടിക്കറ്റ് എടുക്കാനുള്ളൊരു വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. നമ്മുടെ സാധാരണ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം, അതിൻ്റെ നമ്മൾക്ക് ഈ വേലികളൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെയൊക്കെ ഗേറ്റ് ഇതുപോലെയൊക്കെ അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ട്രാക്ക് കണ്ടോ, ട്രാക്കും അതുപോലെ തന്നെ ട്രെയിനിൻ്റെ അതുപോലത്തെ ട്രാക്കുകളാണ് അവർ വെച്ചിരിക്കുന്നത്. പോരാത്തതിന് നമുക്കിത് നടുക്ക് തന്നെ ഒരു പോണ്ടുണ്ട്. ആ പോണ്ടിൻ്റെ മുകളിൽ കൂടിയാണ് ട്രാക്ക് ക്രോസ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ഒരു റിയൽ ട്രാക്കും അതിനോടനുബന്ധിച്ച് പ്ലാറ്റ്ഫോം, അങ്ങനെ എല്ലാം അവർ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ.
നമ്മൾ നേരത്തെ പോയ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അത് സ്റ്റേഷനിലേക്ക് അടുക്കാറായി. ശരിക്കും ഒരു ട്രെയിനിൻ്റെ മാതൃകയാണ് കേട്ടോ. ട്രെയിൻ തന്നെ, പിന്നെ അത്ര ലെങ്തി അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിറയെ ആളുകളുമാണ്. ചുറ്റിയിട്ട് ഇപ്പം നമ്മൾ കണ്ടില്ലേ ട്രെയിൻ വരുന്നത്, അത് എന്നിട്ട് ആ വലിയൊരു കുളം ചുറ്റിയിട്ട് അതങ്ങനെ തിരിച്ച് വരുവാണ് കേട്ടോ. ഇനിയിപ്പം നേരെ അത് സ്റ്റേഷനിലേക്ക് കയറുവേ. മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഇതൊന്നും ആരും മിസ് ചെയ്യരുതേ. എന്തായാലും ഇതെല്ലാം വന്ന് ഒന്ന് കണ്ടിട്ട് പോകണം. കുട്ടികൾക്കൊക്കെ ഭയങ്കര എൻജോയ്മെൻറ്റ് കിട്ടുന്ന കാര്യമാണ് കേട്ടോ.
ഇതിൽ കൂടെ അങ്ങോട്ട് നടക്കാൻ പറ്റുമോ? വെള്ളത്തിന് ചെളി ഉണ്ടാവും. ഇറങ്ങി പിന്നെ ബാക്കി കാണുകയാണേ. ഇത് കണ്ടോ, ഒരു സ്ത്രീ ശില്പമാണ്. അത് പുല്ലിൽ മണ്ണുകൊണ്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണേ. ഇതൊക്കെ ഇവിടെ മുമ്പേ ഉള്ളതാണ്. ഇതെല്ലാം നേരത്തെ ഉള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഈ ട്രെയിനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഈ കുളം, ഇതൊക്കെ നമ്മളിപ്പോൾ ട്രെയിനിൽ കറങ്ങിയതിന് ശേഷം എല്ലാം കണ്ടതാണ്. പിന്നെ അത് വന്നിട്ടിപ്പോൾ ഇവിടെ ശംഖ് കണ്ടോ, ഇത് വലിയ ശംഖും ഒരു ചെറിയ ശംഖും. ആ കുളത്തിലൊക്കെ നിറയെ മീനായിരുന്നു കേട്ടോ. ഇപ്പോഴും മീനുണ്ടോയെന്ന് അറിയില്ല, നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമൊക്കെ വരുന്ന സമയത്ത് എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ പൊടിയൊക്കെ അതുങ്ങൾക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു. വെയിലില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഈ കടകളിലൊക്കെ ഒരുപാട് പേര് ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്ത് കാണാം. അതിനിടയ്ക്ക് റോട്ടിൽ കൂടെ ഈ ഇലക്ഷൻ പ്രചാരണം നടന്നു പോകുന്നുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്ക് നിങ്ങൾക്ക് കേൾക്കുന്ന സൗണ്ടുകളൊക്കെ. ശരിക്കും എൻജോയ് ചെയ്ത നമ്മുടെ ട്രെയിൻ യാത്ര കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടേക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി. അത് കഴിഞ്ഞതാ ഇവിടെ ബോട്ട് സർവീസിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ 2 തരത്തിലുള്ള ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. ഒന്ന് സാധാ ബോട്ട് സർവീസും രണ്ടാമത്തത് സ്പീഡ് ബോട്ട് സർവീസും ഉണ്ട്. സാധാ ബോട്ട് സർവീസിൽ ഒരാൾക്ക് 100 രൂപയാണ് ചാർജ്. സ്പീഡ് ബോട്ടിൻ്റെ ഒരു ഫാമിലിക്ക് 4 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് 1500 രൂപയാണ് ചാർജ്. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. നമുക്ക് ഏത് വേണമെങ്കിലും ഇതിൽ ചൂസ് ചെയ്യാം. സാധാ ബോട്ടോ അല്ലെങ്കിൽ സ്പീഡ് ബോട്ടോ ഏത് വേണമെങ്കിൽ എടുക്കാം. ശരിക്കും ആളുകൾ കയറുന്നുമുണ്ട്, കണ്ടില്ലേ. ഇതിപ്പം ഒരു ബോട്ട്, ഇതിപ്പോൾ സാധാ ബോട്ടാണ്. അതും നിറയെ ആൾക്കാരായി അവർ ഇതാ പോവാണ്. ഇവിടെ നിന്ന് മുതൽ അങ്ങ് അറ്റം വരെ, കായലിൻ്റെ അറ്റം കര വരെ പോയിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. നല്ല എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഇവിടേക്ക് ഒന്ന് വന്ന് ശരിക്കും, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കേട്ടോ.
നമ്മൾ ഈ കാണുന്നത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണേ. അത് കഴിഞ്ഞ തവണത്തെ മഴയിൽ വെള്ളപ്പൊക്കത്തിലെല്ലാം അത് ഒലിച്ചു പോയതാണ്. ഒരുപാട് കോടികൾ മുടക്കിയിട്ട് നിർമ്മിച്ച സാധനമായിരുന്നു, റെസ്റ്റോറൻ്റ് ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ പ്രളയത്തിൽ അത് നശിച്ചു പോയി. ഇപ്പോൾ അത് വീണ്ടും റെഡിയാക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ. കണ്ടല്ലോ, ഉള്ളിൽ നമുക്ക് എല്ലാം അവൈലബിളാണ്, ഫുഡ്സ് എല്ലാം അവൈലബിളാണ്. ആവശ്യക്കാർക്ക് കയറിയിരുന്ന് കഴിച്ച് എന്താണെന്ന് വെച്ചാൽ കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒരുക്കിയിട്ടുണ്ട് അവർ. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ അങ്ങോട്ട് ക്രോസ് ചെയ്യുകയാണ് അപ്പുറത്തോട്ട്. അതായത് അപ്പുറത്ത് ബീച്ചാണ്. ഇത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. ഇത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് ഇപ്പം ഈ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ട്രാക്കാണ് ആ തൊട്ടടുത്ത് കാണുന്നത്. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്പുറത്തോട്ട് പോയി ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയി ഇരിക്കാറുണ്ടായിരുന്നത്. അവിടെ പിന്നെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് വലിയതായിട്ട് കാണാനൊന്നുമില്ല, ബീച്ചിൻ്റെ അടുത്ത് ഇരിക്കാം. പിന്നെ അവിടെ കുതിര സവാരിയുണ്ട്. കുതിര സവാരി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. അത്ര മാത്രമേ ഉള്ളൂ.
നമ്മളെല്ലാം ചുറ്റി നടന്ന് ഒരുവിധം എല്ലാം കവർ ചെയ്തു. അപ്പോൾ നമ്മൾ തിരിച്ച് സ്റ്റാർട്ടിങ്ങിലേക്ക് എത്തിയപ്പോഴും കണ്ടോ അവിടുത്തെ ഭയങ്കര തിരക്ക്. ട്രെയിൻ ടിക്കറ്റിൻ്റെ അടുത്തൊക്കെ നല്ല തിരക്കായി. നമ്മൾ വന്നപ്പോൾ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും തന്നെ അവിടേക്ക് ഇഷ്ടം പോലെ റോഡിൽ വരെ പാർക്കിംഗ് തുടങ്ങി കേട്ടോ. നല്ല തിരക്കായി തുടങ്ങി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പാർക്കിംഗ് സ്ഥലത്തു നിന്ന് നമ്മൾ പിന്നെ നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം വരാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഒരിക്കലെങ്കിലും വന്ന് എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.